السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عائشة أم المؤمنين رضي الله عنها كان رسول الله صلى الله عليه وسلم يجتهد في العشر الأواخر മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ 1174 ഹദീസ് നമ്പർ സത്യവിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഫ്ലോയിലാണ്. ആ ഫ്ലോ നഷ്ടപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. നേരം വെളുക്കുക, വൈകുന്നേരമാകുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഇത്ര എൻ്റെ കയ്യിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് അതിലെഴുതിയാൽ ഉള്ളത് എന്താണോ അത് തീർന്നു. അപ്പോൾ ഒരാളെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറുകഥക്ക് പോലും തികയില്ലെന്നർത്ഥം. അത്രയേ ഉള്ളൂ. നാളെ എന്താ പണി? അതന്നെ പണി. ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതി. 30-ാം തീയതി അത് തന്നെ ഫോട്ടോസ്റ്റാറ്റ്, 1-ാം തീയതിയോ അത് തന്നെ ഫോട്ടോസ്റ്റാറ്റ്. ഈ പെരുന്നാളും കൂടി ഉറപ്പിച്ചാൽ ഒരു എക്സ്ട്രാ 10-11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചു. ഇതിൽ കവിഞ്ഞൊന്നുമില്ലാത്ത സ്ഥിരമായി ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ചെയ്ത് ഇങ്ങനെ പോകും. ആരാധന കർമ്മങ്ങളായിരുന്നാലും അനുഷ്ഠാനങ്ങളായിരുന്നാലും ഒക്കെ അങ്ങനെയാണ്. ഒരു ഉത്സാഹവും ഉന്മേഷവും അതതിൻ്റെ തുടക്കത്തിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ കെട്ടടങ്ങി പിന്നെ നീറിപ്പൊകഞ്ഞ് പിന്നെങ്ങനെ ഇല്ല, മണം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ക്ഷീണിച്ചു, ആകെ പരവേശത്തിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് ഇപ്പം എന്താ പണി, വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകളുണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു 7 കുടുംബം. നമുക്കൊക്കെ കുടുംബത്തിൽ ഒരാൾ പനിച്ചാൽ മതി, അതോടുകൂടി നമ്മളെ അന്നത്തെ പനി കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടായാൽ മതി, പിന്നെ പള്ളിയില്ല, വേറെ പരിപാടിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ആ നാടിൻ്റെ മുഴുവൻ ചുമതല, മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുഴുവൻ ചുമതല, കുടുംബത്തിൻ്റെ വ്യക്തിപരമായി ശാരീരികമായി സാമൂഹികമായി എന്തെല്ലാം ഇടപാടുകളുണ്ടോ ആ ഇടപാടുകളൊക്കെ പ്രവാചകൻ ഒരു മുടക്കമില്ലാതെ തടസ്സമില്ലാതെ വഫാത്ത് വരെ നിർവഹിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ ബീവി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യജ്തഹിദു ഫീൽ അശ്റിൽ അവാഖിർ, റമളാന്റെ അവസാനത്തെ 10 അങ്ങനെ ആത്മാർത്ഥമായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു ദിവസങ്ങളിലും പരിശ്രമിക്കാത്തത്രയും അത്യധ്വാനം ചെയ്യുമായിരുന്നു. ഇബാദത്ത് കൊണ്ട് ഇത്ര അധികം അത്യധ്വാനം ചെയ്താൽ ഒരു മഖ്ലൂഖ് ലോകത്തുണ്ടാവൂല. ഒരു 10 ദിവസമൊക്കെ നമ്മൾ ഖിയാമുൽ നിസ്കരിച്ച് 14 ദിവസം ഇന്ന് ശവ്വാലായില്ലേ, ഇനി എന്താ ഖിയാമുൽ ലൈൽ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്കറിയാലോ, കാലിൽ നീര് കെട്ടുമാറും. നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളാകെ ടയേർഡായി. ദിനം പ്രതിയുള്ള പരിപാടിയാണത്. അങ്ങനെ ഒരു വേള നമ്മളൊക്കെ മനസ്സിലാക്കിയ ചരിത്രത്തിൽ അറിയാൻ പറ്റുമല്ലോ. കാലിൽ നീര് കെട്ടുമാറെന്നൊക്കെയാണ് പറഞ്ഞത്. നിസ്കരിച്ച് നിന്ന് നിസ്കരിക്കാൻ. അപ്പം അങ്ങനെ നിസ്കരിക്കാൻ ഖുർആൻ ഖത്തം തീർക്കാനോ ഖുർആൻ മുഴുവൻ മനപ്പാടാക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരായത്തെങ്കിലും അറിയില്ല നമുക്ക്. റസൂൽ ഒരൊറ്റ ആയത്ത് ഒരു ദിവസം കംപ്ലീറ്റ് ഓതിയിരുന്നു അത്ര. ഒരൊറ്റ ദിവസം നിസ്കാരത്തിൽ മുഴുവൻ ഒരായത്ത് മാത്രം. എന്നിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് പോലും തോന്നി, എന്തിനാ അത്ര അത്യുദ്ധാനം? എന്താ റസൂൽ അതിന് മറുപടി കൊടുത്തത്? അഫലാകൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, ഇങ്ങനെ പോയാൽ മതിയോ? നമുക്കും വേണ്ടേ റബ്ബിനോടൊരു നന്ദി കാണിക്കാൻ ഒരവസരം? ഈ പരിശ്രമങ്ങളിൽ നിന്നൊരു മാറി ചിന്ത, ഒരു ഉത്സാഹം നമുക്കും ആവശ്യമില്ലേ? തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയധികം ഇതിനോട് മഹബത്തുണ്ടാകുകയും ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ നഷ്ടബോധം പ്രവാചകനെ കൂടുതൽ കർമ്മനിരതനാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളൊക്കെ കൂടുതൽ കർമ്മനിരതന്മാർ ആകേണ്ടതുണ്ട്.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നു ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്ത്, താഖത്ത്, ആഫിയത്ത് എന്നിവ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു അബൂലാക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ നമുക്ക് ആയുസ്സും ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.